ഹൈ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗം, കേരള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിലേക്ക് പുതിയ തസ്തികകൾ, പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം പുതിയ തസ്തികകളാണ് AMVIക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 60 തസ്തികകളിൽ ഏതാണ്ട് 34 എണ്ണം AMVI ആണ്, 34 എണ്ണം ഡയറക്റ്റ് ആയിട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള 26 തസ്തികകൾ എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ബാക്കിയുള്ള 26 തസ്തികകൾ MVI ആണ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 60 തസ്തികകൾ നിലവിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. AMVI തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിങ്ങിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രയോജനം ആർക്കാ കിട്ടുക? നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അവർക്ക് തന്നെയാണ് നിലവിൽ അതിന്റെ പ്രയോജനം കിട്ടുക. 2024 സെപ്റ്റംബറിലാണ് ആ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇതേതാണ്ട് 2027 സെപ്റ്റംബറോട് കൂടി അത് എക്സ്പയർ ആവും. അപ്പൊ ഇനിയിപ്പം സമയമുണ്ട്, കാരണം ഇതിപ്പോ 2026 മാർച്ചിലേ ആയിട്ടുള്ളൂ. 1.5 വർഷത്തോളം ഇനി റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലേക്ക് നിയമനം കിട്ടുകയും ചെയ്യും. MBA ആണെങ്കിലും അതിലേക്ക് കുറെ ആളുകൾ മാറുമ്പോൾ താഴോട്ട് ആ നിയമനം വരും. അപ്പൊ അതനുസരിച്ച് കുറച്ചുകൂടി ഏതാണ്ട് 100-ലേറെ പേർക്ക് ഓൾറെഡി ഇതിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും പ്രതീക്ഷയേകുന്ന ഒരു വാർത്ത തന്നെയാണിത്. അപ്പോൾ പുതിയൊരു AMVI നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ആളുകൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും താഴത്തേക്ക് ഇനിയും കൂടുതൽ റിക്വയർമെന്റുകളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനിയൊരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എത്തും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഏപ്രിൽ മെയ് മാസത്തോടു കൂടി പുതിയൊരു നോട്ടിഫിക്കേഷൻ AMVIയുടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഹെവി ലൈസൻസ് ഇല്ലാത്തവർ ഹെവി ലൈസൻസ് ഒക്കെ എടുത്ത് വെക്കുക. കറക്റ്റ് ആയിട്ട് ഓട്ടോമൊബൈലുകാർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ള ഓട്ടോമൊബൈലുകാരാണെങ്കിലും മെക്കാനിക്കലുകാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. I+ന്റെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ ഫുൾ സ്ട്രെങ്തിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഒട്ടും വൈകണ്ട. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്